ശബരിമല സ്പെഷ്യൽ ഓഫീസർ അജിത് സാർ ഈ തിരുവാറൂർ ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ യശോയാണ്. ഇപ്പൊ സാറിന്റെ മുഖത്തെ ചിരി കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം റിലാക്സ്ഡ് ആയി ഈ നിമിഷമെന്ന്. എല്ലാം ഭംഗിയായിട്ട് നടത്തി തീർന്നു അല്ലേ? അതായത് ഇന്നലെ നമ്മൾ അഭൂതപൂർവമായ ഒരു തിരക്കാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 1 ലക്ഷത്തോളം ആൾക്കാർ വന്നു. അപ്പോൾ ആ 1 ലക്ഷത്തോളം ആൾക്കാരെ നമുക്കിവിടെ അതിന് മുമ്പേ തന്നെ 10-ാം തീയതി മുതൽ ആൾക്കാരിവിടെ തമ്പടിച്ചിരിക്കുക. അപ്പോൾ അത്രയും ജനങ്ങൾ വളരെ സ്പേസ് കുറവായ ഒരവസ്ഥയുണ്ടായിരുന്നു. എല്ലായിടത്തും ആൾക്കാർ ആൾറെഡി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഈ 1 ലാഖ് കൂടെ വന്നപ്പോൾ ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടി. എല്ലാ ഓഫീസേഴ്സും ഉദ്യോഗസ്ഥരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് നമ്മൾ RAF, NDRF, അതുപോലെ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ദേവസ്വം ബോർഡ്, ഫയർഫോഴ്സ് അവരൊക്കെ ഭയങ്കരമായി രാത്രി ഉറക്കമൊഴിഞ്ഞ് ഞങ്ങളെ അതിലേക്ക് ക്രൗഡ് മാനേജ് ചെയ്യുന്നതിന് സഹായിച്ചു. അതാണ് നമുക്ക് അതിനകത്തൊരു ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ ഇത് കൊണ്ടുപോകാൻ പറ്റിയത് എന്നാണ് വിശ്വാസം. ഇല്ല, അത് നമ്മൾ കൃത്യമായ റൂട്ട്, അവർ മടക്കയാത്ര എങ്ങനെയാണെന്നുള്ള റൂട്ട് നമ്മൾ 4 ലാംഗ്വേജിൽ അടിച്ച് പ്രിന്റ് ചെയ്ത് അവർ ക്യാമ്പ് ചെയ്യുന്ന ഈ താവളങ്ങളിലെല്ലാം ഒട്ടിക്കുകയും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുകയും അവർക്ക് ബിറ്റ് നോട്ടീസായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃത്യമായി ആ റൂട്ട് അവർക്ക് അറിയാം, ഏത് വഴിയാണ് മടങ്ങേണ്ടത്. അങ്ങ് തിരുവാഭരണത്തിന് അകമ്പടി വന്നിട്ടുണ്ട് നേരത്തെ. ഇപ്പോൾ ഒരു മകരവിളക്ക് ഉത്സവം നടത്തി കഴിഞ്ഞു. അതിന്റെ ചുക്കാൻ പിടിച്ചു സന്നിധാനത്ത്. എങ്ങനെയാണ് ഈ അനുഭവം? അല്ല, അത് ഒരു അഭൂതപൂർവമായ അനുഭവമാണ്. പോലീസിൽ ജോലി ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതിന് സാധിച്ചത്. അതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഈ തിരക്കിനിടയിൽ ഇതുവരെ തൊഴാൻ പറ്റിയില്ല, അതിന് തൊഴാം. അതുതന്നെയാണ് കാര്യം. 4 വർഷം അദ്ദേഹം തിരുവാഭരണ ഘോഷയാത്രയുടെ മുഖ്യ ചുമതലയാണ്. അത് മുമ്പ് സ്വീകരിക്കുന്ന സമയത്തും അദ്ദേഹം ഉണ്ടായത്. പിന്നീട് ആദ്യമായിട്ടല്ലേ ആയിട്ട് ശബരിമല ഇത് 5-6 ടേണായി. മകരവിളക്കിന് 3-ാമത്തെ. അങ്ങനെ ഒരു നല്ല ദർശനം പൂർത്തിയാക്കാൻ സാധിച്ചൊരു സന്തോഷമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇങ്ങനെ ഒട്ടേറെ പോലീസ് അയ്യപ്പന്മാരുണ്ട് ഇവിടെ ദിവസങ്ങളായി നിന്ന്